ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിൽ 5 വർഷം മുമ്പ് അഗ്നിക്കിരയായ പ്രശസ്തവും പ്രാചീനമായ നോത്രദാം കത്തോലിക്ക പള്ളി പുനരുദ്ധാരണം പൂർത്തിയാക്കി തുറന്നുകൊടുത്തു. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, അമേരിക്കയുടെ പ്രഥമ വനിത ജിൽ ബൈഡൻ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ബ്രിട്ടനിലെ വില്യൻ രാജകുമാരൻ, ഉക്രൈൻ പ്രസിഡന്റ് വാൾഡിമർ സെലൻസ്കി, 1500ഓളം അതിവിശിഷ്ട അതിഥികളുടെ സാന്നിധ്യത്തിൽ ആർച്ച് ബിഷപ്പ് ലോറൻസ് ഉൾറിച്ചാണ് നോത്രദാമിന്റെ തടി കൊണ്ടുള്ള വലിയ വാതിലുകൾ പ്രതീകാത്മകമായി തുറന്നുകൊടുത്തത്. പള്ളിയുടെ പൗരാണിക സൗന്ദര്യം ചോരാതെ 7463 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. 2019 ഏപ്രിൽ 15-നുണ്ടായ തീപിടുത്തത്തിൽ 12ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച കത്തീഡ്രലിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം കത്തിയമർന്ന് ഉള്ളിലേക്ക് വീണ് ദേവാലയത്തിന്റെ വലിയൊരു ഭാഗം നശിച്ചിരുന്നു. 850 വർഷം പഴക്കമുള്ള കത്തീഡ്രലിലെ അഗ്നിബാധ 15 മണിക്കൂർ അടുത്താണ് നിയന്ത്രണ വിധേയമാക്കിയത്. കത്തീഡ്രലിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെ ആയിരുന്നു അപകടം. യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റുന്ന സമയത്ത് ധരിച്ചതെന്ന് പറയപ്പെടുന്ന മുൾക്കിരീടം ഉൾപ്പെടെ ഇവിടെയാണ് സൂക്ഷിച്ചിരുന്നത്. മുൾക്കിരീടം പാരീസിലേക്ക് കൊണ്ടുവരുമ്പോൾ കിങ് ലൂയിസ് 9 ധരിച്ചിരുന്നെന്ന് പറയപ്പെടുന്ന പുരോഹിത മേലാടിയും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇവയ്ക്കൊന്നും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്ന് പിന്നീട് അധികൃതർ അറിയിച്ചിരുന്നു. സെയിൻ നദിയുടെ ഒരു തുരത്തിൽ 1163 തുടങ്ങിയ കത്തീഡ്രലിന്റെ നിർമ്മാണം 1345 പൂർത്തിയാക്കിയത്. ഗോതിക് വാസ്തുവിദ്യയുടെ സർവ്വസൗന്ദര്യങ്ങളോടെയുമായിരുന്നു നിർമ്മാണം. പിന്നീട് പലതവണ ഇത് പുതുക്കി പണിതിട്ടുണ്ടെങ്കിലും ഗോതിക് വാസ്തുവിദ്യയിൽ വലിയ മാറ്റം വരുത്തിയിരുന്നില്ല. 52 ഏക്കറോളം വരുന്ന വനത്തിൽ നിന്ന് മുറിച്ചെടുത്ത തടികൾ കൊണ്ടാണ് മേൽക്കൂര ഒരുക്കിയത്. മുട്ടുചുവരുകളും വൃത്താകൃതിയിലുള്ള ജാലകങ്ങളും കത്തീഡ്രലിന്റെ ഘടനയ്ക്ക് മനോഹാരിത കൂട്ടി. ഇരട്ട ഗോപുരങ്ങൾ എന്ന് തോന്നിക്കുന്ന വടക്കേ ഗോപുരവും തെക്കേ ഗോപുരവും മറ്റൊരു ആകർഷണമാണ്. ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന രാജകുമാരുടെ പ്രതിമകളും കത്തീഡ്രലിൽ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് 28 പ്രതിമകളുടെ തലകൾ വിപ്ലവകാരികൾ വെട്ടിമാറ്റി. ഇതിൽ 21 തലകൾ 1977 മാത്രമാണ് കണ്ടെത്താനായത്. ഫ്രാൻസിന്റെ ഉയർച്ച താഴ്ചകൾക്കും ചക്രവർത്തിമാരുടെ സ്ഥാനാരോഹണങ്ങൾക്കും വിവാഹങ്ങൾക്കും ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കും കത്തീഡ്രൽ സാക്ഷിയായിരുന്നു. നെപ്പോളിയന്റെ കിരീടധാരണമടക്കം നടന്ന നോത്രദാം ഫ്രാൻസിന്റെ അഭിമാനമായാണ് കരുതപ്പെടുന്നത്. 1789 ഫ്രഞ്ച് വിപ്ലവം പാരീസിനെ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചപ്പോൾ ദേവാലയത്തിൽ നിന്ന് മതാനുഷ്ഠാനങ്ങൾ ഒഴിവാക്കപ്പെട്ടു. ദേവാലയം ഒരു മ്യൂസിയമായി മാറ്റാനുള്ള തീരുമാനവും ഉണ്ടായി. എന്നാൽ 1831 വിക്ടർ ഹ്യൂഗോയുടെ നോവൽ പുറത്തു വന്നതോടെ നോത്രദാം വീണ്ടും കത്തീഡ്രലായി മാറി. നൂറ്റാണ്ടുകളായി ഫ്രാൻസിൽ കത്തോലിക്ക ജീവിതത്തിന്റെ ഹൃദയഭാഗമായാണ് നോത്രദാമിനെ കണക്കാക്കി പോരുന്നത്. കത്തീഡ്രൽ കത്തിയതിന് പിന്നാലെ ഫ്രഞ്ച് വിപ്ലവത്തെയും 2 ലോകമഹായുദ്ധങ്ങളെയും അതിജീവിച്ച കത്തീഡ്രൽ അതേ പ്രതാപത്തോടെ പുനർനിർമ്മിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഉറപ്പു നൽകിയിരുന്നു. പള്ളിയുടെ പുനർനിർമ്മാണത്തിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി $1 ബില്യൺ സംഭാവനയായി ഒഴുകിയെത്തിയത്. മണിക്കൂറുകൾക്കകം തന്നെ ഫ്രാൻസിൽ നിന്നും പുറത്തു നിന്നുമായി 100 കോടി യൂറോയുടെ സംഭാവന വാഗ്ദാനം ചെയ്യപ്പെട്ടെന്നത് അന്ന് വലിയ വാർത്തയായിരുന്നു. പള്ളി വീണ്ടും തുറന്നപ്പോൾ പക്ഷേ അകത്ത് കടക്കാൻ ചെറിയൊരു ഫീസും ഫ്രഞ്ച് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്ര സ്മാരകം കൂടിയായ കത്തീഡ്രൽ തുറന്നു കൊടുക്കുന്ന ചടങ്ങിലെ അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റിന്റെ സാന്നിധ്യം പക്ഷേ ഓർമ്മപ്പെടുത്തുന്നത് നിരവധി ചരിത്ര സ്മാരകങ്ങൾ തച്ചു തകർത്തതിന്റെ ചരിത്രമാണ്. ഇറാഖിൽ അമേരിക്കൻ സൈന്യം തകർത്ത ചരിത്ര സ്മാരകങ്ങളുടെ എണ്ണത്തിന് കയ്യും കണക്കുമില്ല. അമേരിക്ക തകർത്തതിന്റെ ബാക്കി ചരിത്ര സ്മാരകങ്ങൾ IS അവിടെ ഉഴുതുമറിച്ചു. പലസ്തീനിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചർച്ചുകളും മസ്ജിദുകളും അടക്കം തകർക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് ചെല്ലും ചെലവും കൊടുക്കുന്നതും അമേരിക്കയാണ്. നോത്രദാം പള്ളി കത്തിയമർന്നപ്പോൾ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപ് സങ്കടപ്പെട്ടത് വാർത്തയായിരുന്നത് നല്ല കാര്യം തന്നെ. എന്നാൽ ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന 3ാമത്തെ ക്രിസ്ത്യൻ ചർച്ചായ സെന്റ് പ്രൊഫീറിയസ് ചർച്ച്, മറ്റൊരു പുരാതന ദേവാലയമായ ജബലിയ ബൈസന്റൈൻ ചർച്ച്, 2ാം ഖലീഫ ഉമറിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട മസ്ജിദ് ഉമർ അൽ കബീർ തുടങ്ങി നിരവധി ആരാധനാലയങ്ങളും ചരിത്ര സ്മാരകങ്ങളും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇസ്രായേൽ ഗസയ്ക്ക് മേൽ മിസൈൽ വർഷമിട്ട് തകർത്തപ്പോൾ ട്രംപോ അമേരിക്കൻ ഭരണാധികാരികളോ ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. മാത്രമല്ല ഇസ്രായേൽ ഭീകരതയ്ക്ക് ഒപ്പം നിൽക്കുന്ന നിലപാട് അവരെല്ലാം സ്വീകരിച്ചതും ലിബിയയിലെയും സിറിയയിലെയും ചരിത്രശേഷിപ്പുകൾ നശിപ്പിക്കപ്പെട്ടതും അമേരിക്കയുടെ കാർമ്മികത്വത്തിലായിരുന്നു. അമേരിക്കയുടെ ഇറാഖ് അധിനിവേശ സമയത്ത് 7 പ്രാചീന ലോകാത്ഭുതങ്ങളിൽ ഒന്നായി കണക്കാക്കുന്ന ബാബിലോണിയയിലെ ഹാങ്ങിങ് ഗാർഡന്റെ ചരിത്രാവശിഷ്ടങ്ങൾ പോലും ഇടിച്ചു നിരത്തപ്പെട്ടു. കീഴടക്കപ്പെടുന്ന രാജ്യത്തെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കാൻ അധിനിവേശ സേന ആവുന്നതെല്ലാം ചെയ്യണമെന്ന ജനീവ കൺവെൻഷൻ നിർദ്ദേശം അവഗണിച്ചായിരുന്നു അമേരിക്കയുടെയും കൂട്ടാളികളുടെയും ഭീകരത. 7000 വർഷത്തോളം പഴക്കമുള്ള മൊസപ്പൊട്ടാമിയൻ കാലത്ത് എന്ന് കരുതപ്പെടുന്ന പുരാവസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന ബാഗ്ദാദിലെ ദേശീയ മ്യൂസിയം അമേരിക്കൻ പട്ടാളത്തിന്റെ കാവലിലാണ് കൊള്ളയടിക്കപ്പെട്ടത്. മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്ന സുമേറിയ, ബാബിലോണിയ, അസ്ലീറിയൻ നാഗരികതകളുടെ ഭാഗമായ
15,000-ഓളം പുരാവസ്തുക്കൾ അക്രമികൾ കടത്തിക്കൊണ്ടുപോയി. ഇതിൽ പകുതിയിലേറെയും ഇതുവരെ കണ്ടെടുക്കാൻ പോലുമായിട്ടില്ല. നൂറ്റാണ്ടുകളുടെ ചരിത്രരേഖകൾ സൂക്ഷിച്ചിരുന്ന ബാഗ്ദാദിലെ നാഷണൽ ലൈബ്രറിയും നാഷണൽ ആർക്കൈവ്സും അമേരിക്കൻ ബ്രിട്ടീഷ് അധിനിവേശകർ കത്തിച്ചപ്പോൾ 5 നൂറ്റാണ്ട് കാലത്തെ ഓട്ടോമൻ ചരിത്രരേഖകൾ, പിക്കാസോ, മീറോ തുടങ്ങിയവരുടെ പ്രശസ്ത പെയിന്റിങ്ങുകൾ എന്നിവ ഉൾപ്പെടെ ആയിരക്കണക്കിന് കയ്യെഴുത്തു പ്രതികൾ, പഴയ പത്രങ്ങൾ, പുസ്തകങ്ങൾ എന്നിവയാണ് നശിച്ചത്. ഹാങ്ങിങ് ഗാർഡന്റെ ഭാഗങ്ങൾ ഇടിച്ചു നിരത്തി US സൈന്യം ക്യാമ്പ് പണിയുകയായിരുന്നു. 2500 വർഷം പഴക്കമുള്ള പ്രശസ്തമായ കവാടം കല്ലുപാകിയ വഴിയും ടാങ്കുകൾ കൊണ്ട് തകർത്ത കാര്യം UN റിപ്പോർട്ട് എടുത്തു പറയുന്നുണ്ട്. സൈനിക ആവശ്യത്തിനായി മണൽ ചാക്കുകൾ നിറയ്ക്കാൻ പുരാവസ്തു സമ്പന്നമായ മണ്ണ് മുഴുവൻ ബുൾഡോസർ കൊണ്ട് ഉഴുതുമറിച്ച് വാരിയെടുത്ത് ഹെലിപ്പാഡും കാർ പാർക്കും കക്കൂസും ഉണ്ടാക്കാൻ പ്രാചീന പൂന്തോട്ടത്തിന്റെ വലിയൊരു ഭാഗമാണ് അക്രമിക്കൂട്ടം ഇടിച്ചു നിരപ്പാക്കിയത്. പിടിച്ചെടുത്ത ആയുധങ്ങൾ പൊട്ടിച്ച് നിർവീര്യമാക്കാൻ US സൈന്യം തിരഞ്ഞെടുത്ത സ്ഥലം 10-ാം നൂറ്റാണ്ടിലെ പ്രശസ്ത സത്രമായിരുന്നു. അനവധി പ്രാചീന യാത്രാ സംഘങ്ങൾക്ക് ആതിഥ്യമരുളിയ സത്രം തകർക്കുക കൂടിയായിരുന്നു അമേരിക്കൻ സൈന്യത്തിന്റെ ലക്ഷ്യമെന്ന് വ്യക്തമാവും വിധമായിരുന്നു പ്രവർത്തനങ്ങൾ. സ്ഫോടനത്തിന് പിന്നാലെ സത്രം മൺകൂനിയായി മാറി. ഓഫീസ് ഓഫ് റീകൺസ്ട്രക്ഷൻ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റന്റ് സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ച ബാഗ്ദാദിലെ 20 പ്രധാന ചരിത്ര സാംസ്കാരിക ഇടങ്ങൾ പോലും സംരക്ഷിക്കപ്പെട്ടില്ല. സദ്ദാം ഹുസൈന്റെ കൊട്ടാരത്തിലെ സ്വർണം പൂശിയ വസ്തുക്കളും പ്രാചീന നാണയങ്ങൾ പോലും നാട്ടിൽ തിരിച്ചെത്തിയ അമേരിക്കൻ സൈനികരിൽ നിന്ന് പിടികൂടിയത് വലിയ വാർത്തയായിരുന്നു. എന്നാൽ ഇതിലൊന്നും യാതൊരു തുടർ നടപടികളും ഉണ്ടായില്ല. ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ലോകത്തിലെ പുരാതന നഗരങ്ങളിലൊന്നായ ഗസ ഏറെക്കുറെ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ സഹായത്തോടെയാണ്. BC 800-ൽ ഉണ്ടാക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഗസയിലെ പുരാതന തുറമുഖവും അപൂർവ ചരിത്രരേഖകളുള്ള മ്യൂസിയങ്ങളും അടക്കം നിരവധി പൈതൃക സ്ഥലങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇസ്രായേൽ തകർത്തു കളഞ്ഞത്. ഗസയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ 2ാം ഖലീഫ ഉമറിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട മസ്ജിദ് ഉമർ അൽ കബീർ കഴിഞ്ഞ വർഷം ഡിസംബർ 7-നാണ് ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ തകർത്തത്. 425-ൽ നിർമ്മിക്കപ്പെട്ട ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന 3ാമത്തെ ചർച്ചായ സെന്റ് പ്രൊഫീറിയസ് ചർച്ചും ഗസ പ്രദേശമായ ജബലിയിൽ സ്ഥിതി ചെയ്യുന്ന 516-ൽ നിർമ്മിക്കപ്പെട്ട ജബലിയ ബൈസന്റൈൻ ചർച്ചും കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇസ്രായേൽ ബോംബിട്ട് നശിപ്പിച്ചത്. പഴയ ഗസ നഗരത്തിൽ ചുണ്ണാമ്പു കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട മനോഹരമായ ആരാധനാലയമായ സയ്യിദ് ഹാഷിം മസ്ജിദ്, നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന സെന്റ് ഹിലാരിയൻ മോണാസ്ട്രി, ഉസ്മാൻ ബിൻ ഗഷൻ മസ്ജിദ്, പഴയകാലത്ത് എഴുതപ്പെട്ട ഖുറാന്റെയും പ്രവാചക ചരിത്രങ്ങളുടെയും കോപ്പികളും തത്വശാസ്ത്രം, വൈദ്യം, സൂഫിസം തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഗ്രന്ഥങ്ങളും അടക്കം അപൂർവ ഗ്രന്ഥശേഖരമുള്ള 1277-ൽ നിർമ്മിക്കപ്പെട്ട ഗ്രേറ്റ് ഉമരി മോസ്ക് ലൈബ്രറി, നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന സെന്റ് ഹിലാരിയൻ മൊണാസ്ട്രി, ഉസ്മാൻ ബിൻ ഗഷർ മസ്ജിദ്, ഗസർ അൽ പാഷ മ്യൂസിയം, റാഫ മ്യൂസിയം, അൽ കറാറ മ്യൂസിയം, ദേർ അൽ ബലഹ് മ്യൂസിയം, കൾച്ചർ കറാഫ് മ്യൂസിയം തുടങ്ങി ഇസ്രായേൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ തകർത്ത ചരിത്ര സ്മാരകങ്ങളുടെ പേരുകൾ ഇനിയും നീളും. ലോക ചരിത്രത്തിൽ പശ്ചിമേഷ്യയോളം, പ്രത്യേകിച്ച് ഇറാഖിനോളം സാംസ്കാരിക പാരമ്പര്യവും പൈതൃകവും ഉള്ള മറ്റൊരു ദേശമില്ല. ഇറാഖ് പൗരാണിക സംസ്കാരങ്ങളുടെയും നാഗരികതയുടെയും കളിത്തൊട്ടിലാണ്. എന്നാൽ 4-5 നൂറ്റാണ്ടിനപ്പുറമുള്ള എന്ത് ചരിത്രമാണ് US-നുള്ളത്? waytonikah.com, the exclusive Muslim matrimonial site.